നമസ്കാരം. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ IIIQവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 3 മത്സരങ്ങളാണ് സിറ്റിസൺ റിപ്പോർട്ടർ 2014ന്റെ ഈ വേദിയിൽ നടക്കുന്നത്. രണ്ടാം റൗണ്ട് മത്സരങ്ങൾ. ആദ്യ റൗണ്ടിൽ ഇൻസ്റ്റന്റ് റിപ്പോർട്ടിംഗും വാർത്താ അവതരണവും തത്സമയ റിപ്പോർട്ടിംഗ് കഴിഞ്ഞ മത്സരാർത്ഥികൾ സ്വന്തം വാർത്തയുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ്. വിധികർത്താക്കളുണ്ട് അവരുടെ വാർത്തകൾ വിലയിരുത്താൻ. മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ്, മത്സരാർത്ഥികളെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ബഹുമാന്യരായ വിധികർത്താക്കളെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട വിധികർത്താവ് എൻ മാധവൻകുട്ടി, നമ്മുടെ പാനൽ ജഡ്ജ് ഹരീഷ് പി കടയപ്പുറത്ത്, മറ്റൊരു പാനൽ ജഡ്ജ് റാണി നികേഷ്. 3 മത്സരങ്ങളാണ് ഈ വേദിയിൽ അരങ്ങേറുക. മന്ത്രിക്ക് ഒരു കത്ത് എന്ന വിഷയത്തിൽ വാർത്തയുമായി എത്തുന്നു അതുൽ. ഈ മത്സരത്തിന്റെ പ്രത്യേകത അറിയാലോ? ഈ റൗണ്ടിന്റെ അറിയാതെ എന്തൊക്കെയാണ് ഈ റൗണ്ടിന്റെ പ്രത്യേകതകൾ? മന്ത്രിക്കൊരു കത്ത്, നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തോന്നുന്ന ഒരു വാർത്ത കൊടുക്കണം. പിന്നെ ഒരു കൗതുക വാർത്ത, പിന്നെ ഒരു അഴിമതി. ഈ വാർത്തകളിൽ പരാജയപ്പെട്ടാൽ എന്താകും സ്ഥിതി എന്നറിയാലോ? അറിയാം. വേദിയിൽ നിന്ന് പുറത്തു പോയാൽ സാരമില്ല, അതിന് വേറെയും വേദികൾ കിട്ടാം. തീർച്ചയായിട്ടും. കൊല്ലം ജില്ലക്കാർ വെറുതെ ഇരിക്കില്ല. അതാണ്. ഓൾ ദി ബെസ്റ്റ്. രണ്ടാമത് മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. സ്റ്റെഫി സേവിയർ, എങ്ങനെയുണ്ട് ആലപ്പുഴ ജില്ലയിലെ പ്രതികരണം? ഒരു സമ്മിശ്ര പ്രതികരണമാണ്. അതായത് എൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വിമർശിക്കുകയും ഞാൻ നന്നായിട്ട് ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ തവണ വെറും ആഗ്രഹങ്ങൾ ഒന്ന് പരീക്ഷിക്കുക മാത്രമായിരുന്നു വേദിയിൽ നടന്നത്. നിങ്ങളുടെ അഭിരുചി ഒന്ന് പരീക്ഷിച്ചറിയുക, വാർത്ത വായിക്കാനുള്ള താല്പര്യമൊന്ന് പരീക്ഷിച്ചറിയുക, റിപ്പോർട്ട് ചെയ്യുവാനുള്ള കഴിവുണ്ടോ എന്ന് ഒന്ന് പരീക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഒന്ന് പൂർത്തിയാകട്ടെ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ റൗണ്ടിൽ. ഈ റൗണ്ട് അങ്ങനെയല്ല, അറിയാമല്ലോ. കഴിഞ്ഞ തവണ വാർത്ത വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പതറിയതുപോലെ പതറില്ല എന്ന് വിശ്വസിക്കും. വിശ്വാസം രക്ഷിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ മൂന്നാമത് മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. മിഥുൻ വി. മിഥുൻ, പുതുവർഷത്തെ വരവേറ്റുകൊണ്ടാണ് പുതിയ കോടിമുണ്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. എന്ത് തോന്നുന്നു? കഴിഞ്ഞ 3 മത്സരങ്ങൾ കഴിഞ്ഞു ആദ്യ റൗണ്ടിൽ. അതെ. രണ്ടാം റൗണ്ടിൽ ആദ്യ മത്സരത്തിനാണ് മിഥുൻ നിൽക്കുന്നത്. ഈ റൗണ്ടിന്റെ പ്രത്യേകതകൾ അറിയാം. വാർത്തകളെക്കുറിച്ചും അറിയാം. അറിയാം. അഭിരുചി പരീക്ഷിക്കലല്ല, ഇത് ഒറിജിനൽ വാർത്തയാണ്. അതെ, നമ്മൾ തയ്യാറാക്കിയ വാർത്ത ഇവിടെ കാണിക്കുകയാണ്. അതെ. ഇവിടെ കാണുന്നതോടൊപ്പം നാട്ടുകാരും കാണുന്നുണ്ട്. അതെ, പ്രേക്ഷകരും ഞങ്ങൾ തയ്യാറാക്കിയ വാർത്ത കാണുന്നുണ്ട്. അതെ. കണ്ണൂർ ജില്ലക്കാർ കാത്തിരിക്കുന്നില്ലേ? കണ്ണൂർ ജില്ലക്കാർ കാത്തിരിക്കുന്നുണ്ടോ എനിക്കറിയില്ല, എങ്കിലും എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഈ വാർത്ത കാത്തിരിക്കുന്നുണ്ടോ. പിന്നീട് ഞങ്ങൾ ചെയ്ത പെർഫോമൻസ് ഇവിടെ ചെയ്തപ്പോൾ, പിന്നീട് TV കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറേ റിഹേഴ്സലും കുറേ ഗ്രൂമിങ്ങും കുറേ ഹോംവർക്കും ഒക്കെ കഴിഞ്ഞിട്ടാണ് വാർത്തകൾ ചെയ്തത്. അത്യാവശ്യം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൂർണ്ണമായും വാർത്ത പൂർണ്ണമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് വാർത്തയിൽ. നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിധികർത്താക്കളെ പരിചയപ്പെട്ടു, മത്സരാർത്ഥികളെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ മത്സരത്തിലേക്ക് കടക്കുകയാണ്. മന്ത്രിക്കൊരു കത്തുമായി എത്തുന്നു അതുൽ. രോഗങ്ങളും ദിവസം പ്രതി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങൾ യഥാവിധി നടക്കുന്നുണ്ടെങ്കിലും രോഗികളെ ശുശ്രൂഷിക്കാൻ ആവശ്യമായ സ്റ്റാഫുകളുടെ നിയമനം അനിശ്ചിതത്വത്തിൽ തുടരുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് വിഭാഗത്തെക്കുറിച്ച് ഒരു അന്വേഷണം. ദിവസവും 60-ലധികം രോഗികളാണ് ഡയാലിസിസ് ചെയ്യുന്നതിനായി ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത്. എന്നാൽ സ്റ്റാഫ് നഴ്സുമാരുടെയും മറ്റു ജീവനക്കാരുടെയും അപര്യാപ്തത മൂലം ഇതിൽ 1/3 രോഗികൾക്ക് മാത്രമേ ചികിത്സ ലഭ്യമാകുന്നുള്ളൂ. കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്ന അധികൃതർ ഇവയൊന്നും സ്വയം പ്രവർത്തിക്കുന്നവയല്ല എന്ന് ഓർക്കുന്നില്ല. കൂടുതൽ നഴ്സുമാരെ പോസ്റ്റ് ചെയ്ത് ഡയാലിസിസ് സെന്ററിന്റെ സേവനം രാത്രികാലത്തെ കൂടി നീട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 മണിക്കൂർ ആക്കിയാൽ 4 ഷിഫ്റ്റ് ആക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ സൗകര്യപ്രദമായിട്ട് ഒരുപാട് രോഗികൾക്ക് ഇതിൻ്റെ പ്രയോജനം ചെയ്യും. കാലത്തിനൊപ്പം മാറുന്ന ആരോഗ്യവകുപ്പ് ഇപ്പോഴും 1965 ഉത്തരവിൻ പ്രകാരമുള്ള തസ്തികകളിലേക്ക് മാത്രമാണ് നിയമനം നടത്തുന്നത്. 10 കട്ടിലുകളിലുള്ള ICU മുതൽ ക്യാൻസർ സെന്റർ വരെയുള്ള സ്വപ്ന പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോഴും സ്റ്റാഫ് നഴ്സുമാരുടെയും മറ്റു ജീവനക്കാരുടെയും കുറവ് ഡോക്ടർമാരിൽ ആശങ്കയുളവാക്കുന്നു. നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ഇനി തുടർന്നും കൂടുതൽ ബെഡുകൾ അവൈലബിൾ ആകുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേർക്ക് നമുക്കിവിടെ അതിൻ്റെ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയും.
ഈ പരാതികൾ കൂടി പരിഹരിച്ചാൽ മറ്റേത് സ്വകാര്യ ആശുപത്രിയേക്കാളും മികച്ച സേവനം നൽകാൻ കൊല്ലം ജില്ലാ ആശുപത്രിക്ക് സാധിക്കും. കൊല്ലം ജില്ലാ ആശുപത്രിയുടെ ഡയാലിസിസ് വിഭാഗത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അതുൽ മുരളി, സിറ്റിസൺ റിപ്പോർട്ടർ. അതുൽ, വാർത്ത കണ്ടു, വിധികർത്താക്കൾ കണ്ടു, പ്രേക്ഷകരും കണ്ടു, മത്സരാർത്ഥികളും കണ്ടു. വിധികർത്താക്കളോട് ചോദിക്കാം. മാധവൻകുട്ടി സാർ, അതുലിൻ്റെ വാർത്ത. അതുൽ വളരെ നന്നായിട്ടുണ്ട്. ലക്ഷണമൊത്ത എന്ന് പറയില്ലേ, ലക്ഷണമൊത്ത ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ്, അതേസമയം ഹ്യൂമൻ ഇൻട്രസ്റ്റ്, അന്വേഷണാത്മകം ഒക്കെ ആയിട്ടുള്ള അതിലെ ഒരു വിശാലമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യണം. അങ്ങനെ തികച്ചും പ്രാദേശികമായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ അതിൻ്റെ ഒരു തലം അതെപ്പോഴും വാർത്തകളുടെ ഒരു മുഴുപ്പ് വർദ്ധിപ്പിക്കും. നമ്മൾ ചെറിയ കാര്യമാണ്, ചെറിയൊരു കാര്യത്തിൽ എടുത്തിട്ടാണ് പരിശോധിക്കുന്നതെങ്കിലും അതിൻ്റെ ഇത്, കാരണം ഇത് മറ്റു പലതും പോലെ മണൽ പ്രശ്നം, ഈ ക്വാറി പ്രശ്നം പോലെ തന്നെ ഈ കേരളത്തിലെ ഡയാലിസിസ് യൂണിറ്റുകളുടെ അപര്യാപ്തതയും അത് സ്വകാര്യ മേഖല അതിൽ കൊയ്തെടുക്കുന്ന ലാഭവും ഒക്കെ യഥാർത്ഥ നമ്മുടെ കേരളത്തിനൊരു വലിയൊരു ഇതുണ്ടല്ലോ, നമ്മുടെ ആരോഗ്യ പരിരക്ഷ രംഗത്തുള്ള വലിയ കുതിച്ചുചാട്ടം നേടിയൊരു സംസ്ഥാനമാണ്. സർക്കാർ സ്ഥാപനങ്ങളുടെ മികവിലാണ് അത് നേടിയത്. പക്ഷേ അതിൻ്റെ പിന്നീടുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം വമ്പിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി കുത്തക ഹോസ്പിറ്റലുകളിൽ ചൂഷണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയാണ് ഈ ഡയാലിസിസ്. അപ്പോൾ അതിൽ സ്റ്റാഫ് നഴ്സുമാരില്ല. അത് എനിക്ക് പറഞ്ഞ ഒരു കൃത്യമായ ആ ഒരു നിരീക്ഷണം ആ സ്ക്രിപ്റ്റിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. 1965 എത്ര നഴ്സ് വേണമെന്നാണ് കണക്കാക്കിയത്, അതാണ് 2014 ഈ സർക്കാർ ആസ്പത്രിയിൽ ഉള്ളത്. ഇതൊരു വീണ്ടും ഞാനീ പറയുന്നത് തലക്കടിക്കുന്ന നാണം എന്നുള്ളത് ബാക്കിയുള്ള ഭരണാധികാരികൾക്ക്, രാഷ്ട്രീയ നേതൃത്വത്തിന് അവർ തിരിച്ചറിയേണ്ട കാര്യമാണ്. എന്തായാലും ഈ ഇത്രയും റിപ്പോർട്ടിന് ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും ചെയ്യേണ്ടത്. അതുൽ, മന്ത്രിക്കൊരു കത്ത്, നല്ല കത്തായിരുന്നു. എല്ലാ കാര്യങ്ങളും വിവരിച്ചു. ഇതിപ്പോൾ കാണുന്ന എനിക്കറിയാം, ഇത് നമ്മുടെ തുടങ്ങിയത് മുതൽ നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മറ്റ് ഭരണാധികാരികളും ഇത് കാണുന്നുണ്ടാവും, ഇപ്പോഴും കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ പ്രശ്നം അവർ ഏറ്റെടുക്കട്ടെ, പരിഹരിക്കട്ടെ എന്ന് ആദ്യമേ ആശിക്കുകയാണ്. ഈ ആവർത്തന ടെക്സ്റ്റിൻ്റെ ഒരു ആവർത്തനം ചെറുതായിട്ട് തോന്നി, അത് മാത്രമേ പറയാനുള്ളൂ. നന്നായിരുന്നു, അഭിനന്ദനം. താങ്ക് യു സാർ. അതുൽ, ജഡ്ജസ് പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടട്ടെ ഈ വാർത്ത, അല്ലേ? കൊല്ലം ജില്ലാ ആശുപത്രി അല്ലേ? അതുലിൻ്റെ വീടിനടുത്ത് തന്നെയാണ് ആശുപത്രി? അല്ല, ഏകദേശം 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ. ഞാൻ ഈ വാർത്ത കവർ ചെയ്യാൻ വേണ്ടി അല്ല അവിടെ പോയത്. ഏതൊരു സർക്കാർ ആശുപത്രിയിലും കാണുന്ന ചില കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്ന് ഞാനൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചു വന്നപ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമൊക്കെ അവിടെ രോഗികൾക്കും ഇഷ്ടമാണ്, ഡോക്ടർമാർക്ക് അവർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ജീവനക്കാരില്ലാത്തത് കൊണ്ടാണോ ഈ യൂണിറ്റ് മൊത്തം പ്രവർത്തിക്കാതെ കിടക്കുന്നത്? അവിടെ 10 മെഷീനാണ് ഇപ്പോൾ ഉള്ളത്. അത് ദിവസം 2 ഷിഫ്റ്റായിട്ട് 20 പേർക്ക് ചെയ്യാം. അവിടെ ഏകദേശം 65 പേരാണ് ഒരു ദിവസം അവിടെ ഡയാലിസിസിനായിട്ട് അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഈ 20 പേര് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 40 പേരും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. 350 രൂപയ്ക്ക് ഡയാലിസിസ് ജില്ലാ ആശുപത്രി ചെയ്യാം. വെളിയിൽ ചെയ്യണമെങ്കിൽ 4000 രൂപ ചിലവ്. 4000 രൂപ. അത് ആ ബൈറ്റ് തന്നയാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് 24 മണിക്കൂർ 4 ഷിഫ്റ്റ് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹം കാണിച്ച ആത്മാർത്ഥത പോലും ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾക്കില്ല. ആ ബൈറ്റ് തന്നാൽ അദ്ദേഹം ആരായിരുന്നത്? അദ്ദേഹം അവിടുത്തെ ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡറാണ്. കണ്ടോ, അദ്ദേഹം അത് എത്ര വ്യക്തമായി അത് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അത് ചിന്തിക്കാൻ പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ ആ വിഷമം അനുഭവിച്ചിട്ടുള്ള ഒരാളായിരിക്കാം അദ്ദേഹം. അപ്പോൾ അതുപോലും നമ്മുടെ ബന്ധപ്പെട്ട മേലധികാരികൾക്കില്ല. അവരുടെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം തന്നെയാണ്, അല്ലേ? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഇത്രയും വലിയൊരു കേരളത്തിൽ ധാരാളം വൃക്ക രോഗികളുള്ള ഒരു സാഹചര്യത്തിൽ ധാരാളം വൃക്ക രോഗികൾ ഇപ്പോൾ കൂടിക്കൂടി വരിക, വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയൊക്കെ, അല്ലേ? അത്തരത്തിൽ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടുന്നത് വളരെ നന്നായിരിക്കുന്നു. അത് കേട്ടോ. അതിൽ ഒരു കാര്യം കൂടി, ഇതിപ്പോൾ താങ്കൾ പിന്നെ ഭാഗ്യന്തരേണ സൂചിപ്പിച്ചൊരു കാര്യം, യുവ പത്രപ്രവർത്തകരുടെ അറിവിന് വേണ്ടി താങ്കൾ അവിടെ പോയത് ഒരു പൊതുകാര്യം നിരീക്ഷിക്കാനാണ്, അല്ലേ? പക്ഷേ കണ്ടെത്തിയത് സൂക്ഷ്മമായിട്ടുള്ള ഒരു തലതിയിലടിക്കുന്ന വാർത്ത. അതാണ് പത്രപ്രവർത്തനത്തിൻ്റെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തോ തേടിപ്പോകുന്നു, പക്ഷേ കിട്ടുന്നത് വേറെ അതിലും ഗംഭീരമായ.
വാർത്തകൾ മൗലികമാകണമെന്നും വാർത്തയ്ക്ക് വേണ്ടി മണം പിടിക്കുന്ന ഒരു മൂക്ക് ഉണ്ടാകണമെന്നും വിധികർത്താക്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി. ഓൾ ദി ബെസ്റ്റ്. ഒരു മത്സരം കഴിഞ്ഞു. രണ്ടാമത് മത്സരത്തിന് എത്തുന്നു സ്റ്റെഫി. ഇത് KT ചാക്കോ. ഇദ്ദേഹം ആനപ്രമ്പാൽ ഗേൾസ് സ്കൂളിൽ നിന്ന് വിരമിച്ചിട്ട് 30 വർഷമായി. പക്ഷേ അത് ഔദ്യോഗിക രേഖകളിൽ മാത്രം. ഇന്നും അദ്ദേഹം ആലപ്പുഴയിലെ ആനപ്രമ്പാൽ MTHS ഗേൾസ് സ്കൂളിലെ അധ്യാപകനാണ്. ഈ 85-ാം വയസ്സിലും. പ്രായത്തിന്റെ ഓരോ പടവുകൾ കയറുമ്പോഴും ഇതെങ്ങനെയെന്ന് ചോദിക്കുന്നവരോട് ചാക്കോ മാഷിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. പാവപ്പെട്ട പിള്ളേർക്ക് ധാരാളം ഫീസ് ഒന്നും മേടിക്കാതെ ഇനി ഇപ്പോഴും പഠിപ്പിക്കുന്നു. അന്നേച്ചാൽ മതി. അതാ എൻ്റെ ലക്ഷ്യം. കാരണം ദിസ് ഈസ് ദ നോബിളസ്റ്റ് പ്രൊഫഷൻ, ഏറ്റവും ശ്രേഷ്ഠമായ തൊഴിലായത്. നിരണത്തെ വീട്ടിൽ നിന്നും നിത്യവും സ്കൂളിലെത്തുന്ന ചാക്കോ മാഷ് 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. പൈസ എൻ്റെ ലക്ഷ്യമേ അല്ല. ഒരു കുട്ടി നന്നാകുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പഠിപ്പിക്കാൻ കുട്ടികളെ തിരഞ്ഞെടുത്ത് വിടുന്നത് സ്കൂൾ അധികൃതർ തന്നെയാണ്. ഓരോ ദിവസവും ഓരോ ക്ലാസ്സിലെ കുട്ടികളാവും പഠിക്കാനെത്തുക. ഇംഗ്ലീഷിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളിൽ പ്രത്യേക ശ്രദ്ധ വെച്ചാണ് അധ്യാപനം. വീട്ടിൽ ട്യൂഷൻ എടുക്കുന്ന ചാക്കോ മാഷ് അവിടുത്തെ കുട്ടികളിൽ നിന്നും ഫീസ് ഈടാക്കും. പഠിക്കാൻ താല്പര്യമുണ്ടായിട്ടും അതിന് കഴിയാത്തവർക്ക് ചാക്കോ മാഷ് എന്ത് സഹായവും ചെയ്തു നൽകുമെന്ന് സാറിന്റെ ശിഷ്യർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. സാറിന് വയ്യാതിരുന്നിട്ടും സാറ് ഓടി എപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ വരികയും 10ാം ക്ലാസ് വരെ കൂടുതലും സാറ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. SSLC എഴുതാനൊക്കെ അവർക്ക് ആവശ്യമായ പരീക്ഷ എഴുതാൻ പോകുമ്പോഴുള്ള നിർദ്ദേശങ്ങളും എല്ലാം നൽകുകയും ചെയ്യും. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും മുൻ ചീഫ് സെക്രട്ടറി ജോസ് സിറിയക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും റാന്നി നിലയ്ക്കൽ ഭദ്രസനാധിപൻ ഗി വർഗീസ് മാർ അത്താനിയോസ് അടക്കമുള്ള ബിഷപ്പുമാരുമൊക്കെ ഇദ്ദേഹത്തിന്റെ ശിഷ്യരിൽ പ്രധാനികളാണ്. കുട്ടികളെ പട്ടിക്കൂട്ടിലടക്കുകയും ചാട്ടോണ്ട് പ്രഹരിക്കുകയും ചെയ്യുന്ന ആധുനിക അധ്യാപകർക്കിടയിൽ വേറിട്ടൊരു മുഖമാണ് ചാക്കോ സാർ. ഇനിയും 1000 വർഷങ്ങൾ കൂടി വിദ്യയുടെ വെളിച്ചം പകരുവാൻ ഈശ്വരൻ ഈ ഗുരുനാഥനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആനാപ്പറമ്പിൽ MTS ഗേൾസ് സ്കൂളിൽ നിന്നും സ്റ്റെഫി സേവിയർ, സിറ്റിസൺ റിപ്പോർട്ടർ. സ്റ്റെഫി, ചാക്കോ സാറിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. വിധികർത്താക്കളോട് ചോദിക്കാം. അതുകൂടി സാർ. വളരെ ആവേശകരമായിട്ടുള്ള സന്ദേശം തരുന്ന തികച്ചും വളരെ നമ്മൾ കൗതുക വാർത്തയില്ലല്ലേ, ഇതാണ് കൗതുക വാർത്തയ്ക്ക് വേണ്ട ഉള്ളടക്കം, അന്തസ്സ. അതും സ്വാഭാവികമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അതിനൊക്കെയുള്ളൊരു ഭാഗ്യവും അതിൻ്റെ അപ്പോൾ നല്ല ഒരു ഇതുണ്ട്. ഇനി ഞാൻ വളരെയധികം ഇത്രയും വൈകാരികമായിട്ട് പറയുന്നത് ഇത്രയൊക്കെ ഹൃദയത്തിൽ തട്ടിയത് കൊണ്ടാണ്. നല്ല വിജയങ്ങൾ ഇത്തരത്തിലുള്ള ചാരങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കുണ്ടാവട്ടെ. അതുകൊണ്ട് അത് തന്നെയാണ് പത്രപ്രവർത്തനം. എപ്പോഴും ഈ ചളിക്കുണ്ടിൽ നോക്കലും എല്ലാം നാശമാണ്, എല്ലാം വിമർശിക്കപ്പെടേണ്ട സകലമാനം അഴിമതി മാത്രം പറയലല്ല, അഴിമതി ചെയ്യാത്തവരെ ചൂണ്ടിക്കാണിക്കൽ. ഉദ്യോഗസ്ഥരിലായാലും രാഷ്ട്രീയത്തിലായാലും അധ്യാപകത്തിലായാലും വിദ്യാർത്ഥികളിലായാലും അത്തരത്തിൽ കാണിക്കേണ്ടത് തന്നെയാണ് പത്രപ്രവർത്തനത്തിൻ്റെ ബദൽ മാതൃകകൾ. വിമർശനത്തിനോടൊപ്പം നമ്മളുടെ ആദർശത്തിൻ്റെ കാര്യങ്ങളെ അവതരിപ്പിക്കുക. അത്തരത്തിലുള്ള നല്ലൊരു സമീപനമാണ്, നല്ലൊരു തിരഞ്ഞെടുപ്പാണ്. അതിൻ്റെ എക്സിക്യൂഷനും എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും സ്റ്റെഫി, KT ചാക്കോ മാഷ് ശരിക്കും കൗതുകം ഉണർത്തുന്നു. കൗതുകം ഉണർത്തുന്നു. നമുക്കും കൗതുക വാർത്ത തന്നെയാണ് എന്ന് പറഞ്ഞതാണ്. പിന്നെ എനിക്കിപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇതിൻ്റെ കുറേ മുമ്പ് ഇതിൻ്റെ ആദ്യ എപ്പിസോഡിൽ വന്നിട്ടുള്ള സ്റ്റെഫിയാണ്. അന്ന് വാർത്ത വായിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടി ഒരുപാട് അല്ലേ. പക്ഷെ അവിടെ നിന്നൊക്കെ ആ കോൺഫിഡൻസ്, ഒരു സിറ്റിസൺ റിപ്പോർട്ടർ ആകണമെന്നുള്ള കോൺഫിഡൻസോടുകൂടെ പല ഘട്ടങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ മാറ്റം അറിയാം. സ്വയം തോന്നുന്നുണ്ടോ അത്, ഈ മാറ്റം? കോൺഫിഡൻസ് കൂടി. തുടക്കത്തിൽ കരഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ കരച്ചിലൊന്നുമല്ല, ഇപ്പം അത് ചിരിയായി മാറി. അതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. സ്റ്റെഫി, ഞാനിപ്പോഴും ഓർക്കുന്ന ഹരീഷ് പറഞ്ഞ പോലെ അന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞ സ്റ്റെഫി തന്നെയാണോ ഇത്? ശരിക്കും വ്യത്യാസത്തോടെ തിരിച്ചു വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല തിരിച്ചുവരവ്. അതാണ് സ്റ്റെഫി അന്ന് ആഗ്രഹിച്ചിരുന്നത്, ഞങ്ങളും ആഗ്രഹിച്ചിരുന്നത്. ആ തിരിച്ചുവരവ് അതേപടി സ്റ്റെഫി ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. സിറ്റിസൺ റിപ്പോർട്ടർ 2014 ഈ വേദിയിൽ ഇനിയുമുണ്ട് മത്സരങ്ങൾ. കാത്തിരിക്കുക. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവർഡ് ബൈ IIIQവിൽ ഒരു ചെറിയ ഇടവേള.
ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. 2 മത്സരങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സ്റ്റെഫിയുടെ കൗതുക വാർത്തയും അതുപോലെ അതുലിന്റെ മന്ത്രിക്കൊരു കത്തും. ഇനിയും അഴിമതിയുടെ ഒരു കഥയുമായി എത്തുന്നു മിഥുൻ. ആറളം പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് 400 ആദിവാസി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിനായി 3335 പേർക്ക് ആറളം ഫാമിൽ ഒരേക്കർ ഭൂമി വീതം പതിച്ചു നൽകിയിരുന്നു. 2008 ഫാമിലെ ഭവന നിർമ്മാണത്തിന്റെ പൂർണ്ണ ചുമതല സംസ്ഥാന സർക്കാർ കേരള നിർമ്മിതി കേന്ദ്രയെ ഏൽപ്പിച്ചു. എന്നാൽ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നിർമ്മിതി കേന്ദ്രക്കെതിരെ ആദിവാസി സംഘടനകൾ രംഗത്ത് വരികയായിരുന്നു. ഇതേ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ 50 ലക്ഷം രൂപയുടെ അഴിമതി കണ്ടെത്തുകയും ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഉടമകൾക്ക് നേരിട്ട് പണം നൽകാൻ സർക്കാർ ഉത്തരവായി. പലർക്കും സർക്കാരിൽ നിന്നും പണം ലഭിച്ചില്ലെന്ന് പരാതിയുണ്ട്. എന്നാൽ മുഴുവൻ തുകയും ഗുണഭോക്താക്കൾക്ക് നൽകിയതായാണ് സർക്കാരിൻ്റെ വാദം. പണം വാങ്ങിയ പല സ്വകാര്യ കരാറുകാരും പ്രവൃത്തി പൂർത്തിയാക്കാതെ തടിയൂരി. പൂർത്തിയാക്കിയ വീടുകളാകട്ടെ മഴക്കാലമായതോടെ ചോർച്ചയും തുടങ്ങി. 400 വീടുകളാണ് നിർമ്മിതി പൂർത്തിയാക്കി. അവരുടെ ടാർഗറ്റ് അതായിരുന്നു. 339 വീടുകൾ അവർ പൂർത്തിയാക്കി. അതിനകത്ത് 70 വീടുകൾ ഇപ്പോഴും ചോർന്നൊലിക്കുന്ന വീടുകളായിട്ട് വരികയാണ്. കരാറുകാർക്കെതിരെ രേഖാമൂലം തെളിവ് നൽകാൻ സാധിക്കാത്തതാണ് ഇവരെ ദുരിതത്തിലാക്കുന്നത്. 70 വീടുകൾ ചോർന്നൊലിക്കുന്നതോടൊപ്പം പ്രവൃത്തി പൂർത്തിയാകാത്ത 39 വീടുകളിൽ പലതും കാടുമൂടിയ നിലയിലുമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഗൃഹനിർമ്മാണ പദ്ധതിയിൽ നടന്നതെന്നും ഇതിനെതിരെ TRDM ഉദ്യോഗസ്ഥരും സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പൊതുപ്രവർത്തകനായ KB ഉത്തമൻ ആരോപിച്ചു. 5 വർഷമായിട്ടും ഭൂമിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമായില്ല. വില്ലേജിൽ തെളിവെല്ലാം കൊടുത്തു. വീട് ലഭിക്കാഞ്ഞതോടെ പലരും നിരാശരായി ഊരുകളിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ ടാർപോളിംഗ് ഷീറ്റും തെങ്ങോലയും മേൽക്കൂരയാക്കി ഇവിടെ താമസം തുടങ്ങി. ഇതിന് ഉത്തരവാദികൾ ആരാണെന്നല്ല, മഴയും വെയിലും ഏൽക്കാത്ത കൂര തങ്ങളുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കുമോ എന്നാണ് ഇവിടുത്തെ ഓരോ ആദിവാസി കുടുംബങ്ങൾക്കും അറിയേണ്ടത്. ആറളം ഫാമിൽ നിന്നും മിഥുൻ മുയ്യം, സിറ്റിസൺ റിപ്പോർട്ടർ. വാർത്ത കണ്ടു. ആറളം ഫാമിലെ ആദിവാസികളുടെ ദുരിതവും ആ ദുരിതം കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുന്ന അഴിമതിക്കാരും. അതെ, വിശദാംശങ്ങളിലേക്ക് കടക്കാം വിധികർത്താക്കളുടെ വിലയിരുത്തലിന് ശേഷം. മതംകുട്ടി സാർ, ഈ എപ്പിസോഡിൽ ഈ അധ്യായത്തിൽ ഇരിക്കുമ്പോൾ ഈ പരിപാടിയുടെ മത്സരത്തിൻ്റെ ഒരു എത്ര ക്ലോസ് ആണ് ഈ മത്സരം എന്ന് ഇപ്പോൾ എനിക്ക് തോന്നി തുടങ്ങുകയാണ്. കാരണം അതാണല്ലോ ഒരു അതിൻ്റെ ഈ മത്സരത്തിൽ ഏത് മത്സരവും കുറച്ച് പേർ അതിവേഗം ഫിനിഷ് ചെയ്യുന്നു. ചില ഇതല്ല ഇപ്പം നിങ്ങളിപ്പോൾ ഇതിന് വന്നിരിക്കുന്നതിന് മുൻപ് കണ്ട 2 സെഗ്മെൻറ്റ് തന്നെ എന്നെ വല്ലാതെ സ്പെൽ ബൈൻഡിങ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആയിരുന്നു രണ്ടുപേരും. അപ്പോൾ അതേ ചുവട് വെച്ച് തന്നെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു റിപ്പോർട്ടായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു കൊച്ചു വർത്തമാനത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് പണി തരുന്ന മട്ടാണ് അല്ലേ. കാരണം ആളുകളെല്ലാം ശ്രദ്ധിക്കുകയാണ് നമ്മൾ ഏതാണ് മികച്ചത് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങളാണല്ലോ എല്ലാത്തിനും അവസാനം. ഇതിപ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ ഈ സ്റ്റുഡിയോയിൽ ക്ലാപ്പ് ചെയ്യുകയും ഇരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ചാനൽ പ്രേക്ഷകരാണിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മത്സരം മുറുകുന്നു അത് എന്നുള്ളത് വളരെ വളരെ ആഹ്ലാദകരമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വളരെ നല്ല സ്റ്റോറി. ഒരു കാര്യം മാത്രം ഏകപക്ഷീയമാവരുത്. കാരണം നാം ഒരു വിമർശനം ഉന്നയിക്കുന്നു, ഒരു ആരോപണം ഉന്നയിക്കുന്നു, ഇരകളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു, അതെല്ലാം ഗംഭീരമായിട്ട് ചെയ്യും. പക്ഷേ നിർമ്മിതി കേന്ദ്രയും മനുഷ്യരല്ലേ അല്ലേ, സർക്കാരിനും ഒരു അഭിപ്രായമില്ലേ? അത് കൂടി അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ശരിതെറ്റുകൾ തീരുമാനിക്കാനായി പ്രേക്ഷകരെ സജ്ജമാക്കുക എന്നുള്ള പത്രപ്രവർത്തനം. അവിടെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത്, നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇത് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതുകൂടി പറയാം, നമ്മുടെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ആദിവാസികൾക്ക്, എന്തുകൊണ്ട് ആദിവാസികൾ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ള വാർത്തയേ അല്ല, എന്തുകൊണ്ട് കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് അന്വേഷിക്കുമ്പോഴാണ് ആദിവാസികളുടെ ഒപ്പമുള്ള ഒരു മിലിറ്റൻ്റായി പത്രപ്രവർത്തകർ. മിഥുൻ, ആറളം ഫാമും ഈ ആദിവാസികളും എന്നും മാധ്യമപ്രവർത്തകരുടെ പ്രിയപ്പെട്ട ഇരകളാണ്. സാറ് പറഞ്ഞ പോലെ ഇവരുടെ ഭാഗത്തുനിന്ന്, ഇരകളുടെ ഭാഗത്തുനിന്ന് നിൽക്കുമ്പം വേട്ടക്കാരനും കൂടെ എന്ത് പറയാനുണ്ടെന്ന് നോക്കുന്നത് നല്ലതാണ്. ആദിവാസി ക്ഷേമ മന്ത്രി PK ജയലക്ഷ്മി ഇക്കാര്യത്തിൽ നടപടി കൈക്കൊള്ളട്ടെ എന്ന് നമുക്ക് ആശിക്കാം. മിഥുൻ, നന്നായിരുന്നു കേട്ടോ, സ്റ്റോറി വളരെ നന്നായിരുന്നു. ആറളം ഫാമിലെ ആദിവാസികൾ നേരിടുന്ന ദുരിതം
കാണിച്ചു. അവർ വഞ്ചിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് മിഥുൻ കാണിച്ചു. വിധികർത്താക്കൾ അത് വിലയിരുത്തുകയും ചെയ്തു. ഇനി മാർക്കറിയാനുള്ള സമയമാണ്. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിൽ ഒരു ചെറിയ ഇടവേള. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇനി മാർക്കറിയേണ്ട നേരമാണ്. മാർക്കറിയാൻ നമ്മുടെ മത്സരാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കാം. വാർത്തകൾക്ക് വിശദമായ വിലയിരുത്തലുകളും തിരുത്തലുകളും ലഭിച്ചു. അടുത്ത മത്സരത്തിലേക്കുള്ള ആർജവം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മാർക്കറിയാം. മാധവൻകുട്ടി സർ, അതുലിൻ്റെയും സ്റ്റെഫിയുടെയും ഇത് ഓർമ്മിപ്പിക്കുന്ന ഇഞ്ചോടിഞ്ച് ഉള്ള പോരാട്ടം എന്ന് കേട്ടില്ലേ? അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരും ഒ രാജഗോപാലും തമ്മിലുള്ള ലൈവായിട്ട് നികേഷ് റിപ്പോർട്ട് ചെയ്ത ദിവസമാണ് എനിക്കിത് ഓർമ്മ വരുന്നത്. ഇഞ്ചോടിഞ്ച്. ഇപ്പോൾ ശശി തരൂർ മുന്നേറിക്കുന്നു 10 വോട്ടിന്, പിന്നീട് രാജഗോപാൽ ഇപ്പോൾ 40-നായി. നിങ്ങൾ ഓർമ്മയുണ്ടോ പലർക്കും? അപ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ ഞാൻ ആ നികേഷിൻ്റെ ആ ഷൂസിൽ കയറിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇഞ്ചായിട്ടുള്ള മത്സരം അതുലും മറ്റേ സ്റ്റേഫിയും മിഥുനുമായിട്ടുള്ള ഈ മത്സരം. പക്ഷെ മിഥുനെ പോലെ അവിടെ ബെന്നറ്റിനെ പോലെ എൻ്റെ സ്ഥാനാർത്ഥി വല്ലാതെ പുറകിലായതുകൊണ്ട് മൂന്നാമത്തെ. ഇവിടെ അങ്ങനെയല്ല, 3 പേര്. അപ്പോൾ 3 പേർക്കും, അതായത് ഇനി ഓരോരുത്തരോടും പ്രത്യേകം പറയല്ല, 3 പേർക്കും ഒരേപോലെ 8 മാർക്കാണ് ഞാൻ ഇതിൽ തരുന്നത്. ഇനി നിങ്ങളുടെ യഥാർത്ഥ മത്സരം അടുത്ത റൗണ്ടിലേക്ക് നിങ്ങൾ സൗഹാർദ്ദപൂർവ്വം മത്സരിക്കട്ടെ. നിങ്ങൾക്ക് വിജയങ്ങൾ 3 പേർക്കും ഉണ്ടാവട്ടെ എന്ന്. ഹരീഷേട്ടാ, അദ്ദേഹം ഇഞ്ചോടിഞ്ച് എന്ന് പറഞ്ഞു, ഞാൻ കട്ടക്ക് കട്ട എന്ന് പറഞ്ഞു. എന്തായാലും അതുലിന് 8.5 മാർക്ക്, ഷെഫിക്ക് 8 മാർക്ക്, മിഥുന് 8 മാർക്ക്. ഞാനും മാധവൻകുട്ടി സാർ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അതുൽ 8.5, ഷെഫി 8.5, ഇതിന് കുറച്ചുകൂടി ഒന്ന് നന്നാക്കാം, അതുകൊണ്ട് 8. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നിങ്ങളുടെ ഊഴം.